അഭിമന്യു മരിക്കുമ്പോൾ ഭാര്യ ഉത്തരാദേവി ഗർഭിണിയായിരുന്നു. ആ ഗർഭത്തിലുള്ള ഏക പാണ്ഡവ സന്താനമാണ് ആര്? പരീക്ഷിത് മഹാരാജ്. ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ. കൃഷ്ണൻ പറഞ്ഞു, ഇനി ഞാൻ ദ്വാരകയിൽ നിന്ന് പോവാണ്. ഹസ്തിനപുരത്ത് നിന്ന് ഇനി പോവാണ്. ഇനി എനിക്ക് ദ്വാരകയ്ക്ക് പോണം. കൃഷ്ണന്റെ വീട് എവിടെയാ? കൃഷ്ണൻ എവിടെയാ താമസിക്കുന്നത്? ദ്വാരകയിലാണ്. അപ്പൊ ഇനി എന്നെ പറഞ്ഞയക്കണം എന്ന് പറഞ്ഞപ്പോ എല്ലാവരും സമ്മതം കൊടുത്തു. കൃഷ്ണൻ അച്ഛന്റെ പെങ്ങളായ കുന്തിദേവി ഒന്ന് കണ്ട്, അമ്മയ്ക്ക് തുല്യമാണ് കുന്തിദേവി, ആ കുന്തിദേവിയെ കണ്ട് തൊഴുത് അമ്മയുടെ അനുവാദം വാങ്ങിച്ച് പോവാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ ആ കൃഷ്ണനെ സ്തുതിക്കുന്ന ഒരു സ്തുതി, അതിനെ വിളിക്കുക കുന്തി സ്തുതി എന്നാണ്. ഈ സ്തുതി ഉണ്ടല്ലോ, നമ്മുടെ സകല പെൺകുട്ടികളെ ഒന്ന് പഠിപ്പിക്കുന്ന ഈ സ്തുതി. അത്രയും കരുത്തിന്റെ, ഉൾക്കരുത്തിന്റെ ഒരു സ്തുതിയാണ് ഏത്? കുന്തി സ്തുതി. ഭാഗവതത്തിൽ 1-ാം സ്കന്ധത്തിൽ 8-ാം അധ്യായത്തിൽ 18-ാം ശ്ലോകം മുതൽ വരുന്ന സ്തുതിയാണ് ഏത്? ഇത് കുട്ടികളെ നമ്മൾ എങ്ങനെങ്കിലും, നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങൾ പ്രചരിപ്പിക്കണം. കുന്തി സ്തുതി നോക്കണം. എന്താ ഈ കുന്തി സ്തുതിയുടെ മഹത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഏറെ ദുരന്തം അനുഭവിച്ച അമ്മയാണ് ആര്? കുന്തിദേവി. വലിയ ദുരന്തം. നോക്കൂ, ഒരു കല്യാണം കഴിക്കാതെ ഗർഭിണിയായി. അറിയാലോ കഥ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കർണൻ എന്ന പുത്രൻ ഉണ്ടാവുന്ന സമയത്ത് കുന്തിയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണല്ലോ ആ കുഞ്ഞിനെ പ്രസവിച്ചോടനെ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലേ? പ്രസവിച്ചോടനെ എന്ത് ചെയ്തു? ഒഴുക്കി കളഞ്ഞു. കാരണം നാണക്കേട്. ആ കുട്ടിയാണ് പിൽക്കാലത്ത് ആരായത്? കർണനായി. പിന്നീട് അങ്ങോട്ട് സംഭവ ബഹുലമായ ജീവിതമാണ്. കൊട്ടാരത്തിന് പുറത്താക്കി. അങ്ങനെ ആദ്യം തന്നെ അവര് പോയി താമസിക്കുന്നത്, ഇവരോടൊക്കെ പുറത്താക്കിയ സമയത്ത് പാണ്ഡവരെ താമസിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വീടിന്റെ പേര്, അതിനെ വിളിക്കുക എന്തില്ലെന്നാണ്? അരക്കില്ലെന്ന്. അരക്കില്ലെന്ന് വിളിക്കാൻ കാരണം അത് ഉണ്ടാക്കിയത് അരക്കുകൊണ്ടാണ്. അവിടുന്ന് രക്ഷപ്പെടാൻ വിതുരൻ ഒരു വഴി കാണിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഉണ്ടോ? അതും കഴിഞ്ഞ് പാണ്ഡവരൊക്കെ ബ്രാഹ്മണരെ പോലെയൊക്കെ ജീവിക്കാൻ തുടങ്ങി. കാരണം ഇവരാരും തിരിച്ചറിയാതിരിക്കാൻ. കാരണം ദുര്യോധനൻ ദ്രോഹിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാഞ്ചാലിയുടെ കല്യാണം, ദ്രൗപദിയുടെ കല്യാണം. കുന്തിദേവി പറഞ്ഞു പൊയ്ക്കോളൂ എന്ന്. ഇവര് കല്യാണമൊക്കെ കഴിഞ്ഞ് അർജുനൻ പാഞ്ചാലിയെ കൊണ്ടുവന്നു. അമ്മയോട് പറഞ്ഞു, അമ്മയ്ക്ക് ഞാൻ ഒരു കാഴ്ച വെക്കുന്നുണ്ട് എന്ന്. അമ്മയോട് പറഞ്ഞു കാഴ്ച വെക്കുന്നുണ്ടെന്ന് അമ്മയുടെ മുന്നിൽ. അപ്പൊ ദ്രൗപദിയെ കാണിച്ചു കൊടുത്തില്ല അമ്മയ്ക്ക്. അപ്പൊ ദ്രൗപദി പുറത്തു നിൽക്കുകയാണ്. അമ്മയുടെ പെർമിഷൻ വേണ്ടേ? അമ്മയ്ക്ക് ഒരു കാഴ്ച വെക്കുകയാണെന്ന്. അപ്പൊ അമ്മ പറഞ്ഞെന്തറിയോ? വായെന്ന് വന്ന വാക്ക് നിങ്ങൾ 5 പേരും കൂടെ സ്വീകരിച്ചോളൂ. അയ്യോ അമ്മ, ഇത് ഹലുവയും ജിലേബിയൊന്നല്ല, ഇതൊരു പെണ്ണാണ്. പക്ഷെ ആ പെണ്ണിനെ പിന്നെ അമ്മയുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ ഒരു പെൺകുട്ടി തയ്യാറാവുമോ? 5 പേരുടെ ഭാര്യയാവാൻ ഒരാൾ തയ്യാറാവുമോ? ഇല്ല. അങ്ങനെ പാഞ്ചാലി അത് അനുസരിച്ചു. അപ്പൊ മക്കൾക്ക്, ആൺകുട്ടികൾക്ക് അമ്മയോടൊരു വിരോധം ഉണ്ടാവില്ലേ? അമ്മ അങ്ങനെ പറഞ്ഞാൽ പോലും ഉണ്ടാവില്ല. ഉണ്ടാവോ ഇല്ലയോ? ഉണ്ടാവും. എന്നാൽ ആ മക്കൾ അമ്മയെ അത്രയും സ്നേഹത്തോടുകൂടി കൊണ്ടു നടന്നു. അമ്മയ്ക്കൊരു കുറ്റബോധം ഉണ്ടാവണം. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും വീണ്ടും പ്രശ്നങ്ങള്. കർണൻ തിരിച്ചു വന്ന് തന്റെ പുത്രനാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന. അവസാനം യുദ്ധത്തിന്റെ 2-3 ദിവസം മുമ്പ് കർണന്റെ കാല് പിടിച്ച് തിരിച്ചു വരണം എന്നുണ്ട്. ആ കർണൻ പറഞ്ഞ വാക്കെന്താ അറിയോ? അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട്, വേണ്ട എന്ന് വെച്ച അമ്മയാണോ ഞാൻ സ്വീകരിക്കേണ്ടത്? എനിക്കൊരു വഴി കാണിച്ചു തന്ന, ജീവിതം തന്ന, മാനം തന്ന ദുര്യോധനനെയാണോ ഞാൻ സ്വീകരിക്കേണ്ടത്? എന്താ ഉത്തരം പറയാ? ഉത്തരം വല്ലതുണ്ടോ? വേണ്ട എന്ന് വെച്ച അമ്മയാണോ വേണ്ടത്? കർണൻ ഇറങ്ങിപ്പോയി. ആ പുത്രനെയാണ് അർജുനൻ കൊല്ലുന്നത്. അർജുനൻ യുദ്ധത്തിലേക്ക് പോകുന്ന ആ ഭാഗമൊക്കെ വായിച്ചാലോ കരഞ്ഞു പോകും നിങ്ങൾ. അർജുനൻ അറിയില്ല കർണൻ ജ്യേഷ്ഠനാണെന്ന്. യുദ്ധത്തിന്റെ 17ാമത്തെ ദിവസമാണ് കർണനെ കൊല്ലുന്നത്. അർജുനൻ അമ്മയുടെ അടുത്ത് ചെന്നു. യുദ്ധക്കളത്തിൽ പോകുമ്പം എന്ത് ചെയ്യണം? കുങ്കുമ പൊട്ടെടുത്ത് തുടങ്ങണം. തലയിൽ വെച്ച് പറയണം,
വിജയീ ഭവ, അല്ലെങ്കിൽ ധീരമൃത്യു ഭവ. ഒന്നുകിൽ ധീരനായി ജനിക്കുക, അല്ലെങ്കിൽ ധീരനായി മരിക്കുക. ഈ രണ്ട് ഓപ്ഷനേ ഉള്ളൂ ക്ഷത്രിയന്മാർക്ക്. ഒരിക്കലും പരാജയപ്പെട്ട് വരാൻ പാടില്ല. അത് ക്ഷത്രിയന്മാർക്ക് ചേർന്നതല്ല. അമ്മ എന്താ പറയാ? വിജയീ ഭവ എന്ന് പറഞ്ഞാൽ ആരെ കൊല്ലണം എന്നാണ്? സ്വന്തം പുത്രനെ കൊല്ലാൻ ഒരമ്മയ്ക്ക് തോന്നുമോ? ആ അമ്മ അങ്ങനെ അനുഗ്രഹിക്കേണ്ടി വന്നു. ഉള്ളു പൊട്ടില്ലേ? ഉള്ളിൽ വേദന ഉണ്ടാകുമോ? പറയൂ നിങ്ങൾ. അങ്ങനെ കർണനെ അർജുനൻ വധിച്ച് വിജയാഹ്ലാദിയായിട്ട് വരികയാണ്. കുന്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ, അമ്മേ, കർണനെ ഞാൻ കൊന്നു. അർജുനൻ അതൊരു വലിയ അഭിമാനമായിട്ട് എടുക്കുക. അമ്മ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, എല്ലാം നല്ലതിന്. ഒന്നും പറയാനില്ല അമ്മയ്ക്ക്. കാരണം ഈ സത്യം ഇവരാരും പറയൂ. ആ അമ്മ പോയ ഒരു അവസ്ഥ ആലോചിക്കും മനസ്സിന്റെ. അതിനുശേഷം പാണ്ഡവരൊക്കെ ജയിച്ചു, കൗരവരൊക്കെ തോറ്റു, മരിച്ചു. കൗരവന്മാർക്ക് വേണ്ടി ഉദകക്രിയകൾ ചെയ്യണം. ഉദകക്രിയകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ, പിണ്ടമൊക്കെ വെക്കണ്ടേ? അന്നത്തെ കാലം മുതൽക്കുണ്ടത്. അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ദുര്യോധനൻ ആദ്യം തന്നെ, ധർമ്മപുത്രൻ, മൂത്തവൻ ധർമ്മപുത്രനാണ്, ദുര്യോധനനാണ് മൂത്തവൻ. ആദ്യം ആർക്കാ പിണ്ടം വെക്കുക? ആർക്കാ വെക്കേണ്ടത്? ദുര്യോധനാണ്. പിണ്ടം വെക്കാൻ വേണ്ടി അങ്ങോട്ട് കയ്യിലെടുത്തും സങ്കല്പം വെച്ചതും അമ്മ പറഞ്ഞു, ദുര്യോധനനല്ല കൊടുക്കേണ്ടത് കർണനാണ്. ചോദിച്ചു, എങ്ങനെ അമ്മേ കർണന് ഞാൻ കൊടുക്കുക? കർണന് കൊടുക്കാം, പക്ഷെ ഇപ്പം ആദ്യം നമ്മുടെ കുലത്തിലുള്ളവർക്കല്ലേ കൊടുക്കേണ്ടത്? ഈ കുലം കഴിഞ്ഞിട്ടല്ലേ? പറഞ്ഞു, അത് തന്നെ ഞാൻ പറഞ്ഞത്. കർണൻ നമ്മുടെ കുലത്തിലുള്ള ആളാണ്. ആ സത്യം തുറന്നു പറഞ്ഞു. കർണൻ നിങ്ങളുടെ മൂത്ത സഹോദരനാണ്, എന്റെ ആദ്യത്തെ പുത്രനാണ്. ആ ധർമ്മപുത്രൻ ചെയ്ത പണി എന്താണെന്നറിയോ? അമ്മയെ ശപിച്ചു. ഇനി ഒരിക്കലും ഒരു സത്യവും ഒരു സ്ത്രീയുടെ മനസ്സിലും നിൽക്കാതെ പോകട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. അതെന്നല്ലെങ്കിൽ നാളെ അവരുടെ വായിൽ നിന്നും വരും. ഈ സത്യം മറച്ചു വെച്ചില്ലേ അമ്മ? അത്ര നൊന്തുപോയി. ആ ഒരു വേദന, മകന്റെ ഒരു ശാപം, ഇപ്പുറത്ത് കർണന്റെ വേദന, എന്തെല്ലാം വേദനകളിലൂടെയാണ് ആ അമ്മ കടന്നുപോയത്. ആ അമ്മയാണ് ഇപ്പോൾ കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുന്നത്. എങ്ങനെയായിരിക്കും കൃഷ്ണന്റെ മുന്നിൽ നിൽക്കുന്നത്? വേദനയോടുകൂടിയിട്ടാവോ സന്തോഷത്തോടുകൂടിയിട്ടാവോ? പറയൂ. എന്നാൽ കുന്തി ദേവിയിൽ നമ്മൾ കാണുന്നത് ഇതൊന്നുമല്ല. ഇത് നോക്കാം നമുക്ക്, എന്നിട്ട് ഉപസംഹരിപ്പിക്കാം. നമസ്യേ പുരുഷത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശാം നടോ നാട്യതരോ യഥാ തഥാ പരമഹംസാനാം മുനീനാമമലാത്മനാം ഭക്തിയോഗവിധാനർത്ഥം കഥം പശ്യേമഹി സ്ത്രിയാം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രേ. യഥാ കൃഷീകേശകലേന ദേവകീ കംസേന രുദ്ധാതിചിരം ശുചപിതാ വിമോചിതാഹം ച സഹാത്മജാ വിഭോ ത്വയൈവ നാദേന മുഹുർവിപത്കണൽ വിഷാന്മഹാഗ്നേ പുരുഷാദദർശനാൽ അസസ്സഭായ വനവാസകശ്ചത മൃദേ മൃദേനേകമഹാരഥസ്തതോ രൗണ്യസ്തദശ്ചാശ്മ ഹരേ വിരക്ഷിത വിഭതഃ സന്തുനശ്ശൽ തത്ര തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യസ്യാൽ അപ്പുനർഭവ ദർശനം. അതിമനോഹരമായ വരികളാണ്. കേൾക്കുമ്പോൾ തന്നെ അറിയില്ലേ
ഉണ്ടോ? എത്ര സുന്ദരമാണ്. ദേവി പറയാണ്, കൃഷ്ണ ഇനിയും വിപത്ത് വന്നോട്ടെ, ഞാൻ തളരില്ല. ഇനിയും വിപത്ത് വന്നാലും ഞാൻ തളരുകയില്ല. അങ്ങനെ സാധിക്കുമോ മനുഷ്യന്? അപ്പൊ മനുഷ്യന്റെ ബോധതലത്തിൽ ഒരു മാറ്റം വരുത്തിയാൽ വിപത്തുക്കളെ പോലും നമുക്ക്, ആപത്തുക്കളെ പോലും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുമെന്ന ഒരു രഹസ്യം നമ്മുടെ പൂർവികന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ വിപത്തല്ല നമ്മുടെ ജീവിതം ആപത്താക്കുന്നത്, നമുക്കതിനെ തരണം ചെയ്യാനുള്ള കഴിവിനെ നമ്മൾ വികസിപ്പിക്കുന്നില്ല. കുന്തിദേവിക്ക് പറ്റുമെങ്കിൽ, അനവധി മഹാന്മാർക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, എത്രയോ മഹാന്മാർക്ക്. എനിക്ക് സപ്താഹം, നിങ്ങൾ തൃപ്പയാർ എന്ന് പറയുന്ന സ്ഥലം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അവിടെ ഒരു കടൽ തീരത്തായിരുന്നു. അവിടെയായിരുന്നു അവിടെ സപ്താഹം. അവിടെ 100ാം ജന്മവാർഷികം ഒരമ്മയുടെ ആഘോഷിക്കുന്നു. ഇദ്ദേഹം ആ ഏറെക്കുറെ അറിയുമായിരിക്കും. തൃപ്പയാർ യോഗിനി മാതാവ് എന്ന് പറയും. അമ്മ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഒരു കാർപ്പന്റർ കുലത്തിൽ ജനിച്ച ആളാണ് അമ്മ. ശിവയോഗിനി മാത എന്ന് പറയും. നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാം. ശിവയോഗിനി മാത പഠിക്കാം. 5ാം ക്ലാസ് വരെ പോയി. അതന്നെ പോവാൻ പറ്റില്ലെന്നോ, രോഗത്തോട് രോഗം. ഉള്ളിലൊക്കെ ഇങ്ങനെ പഴുത്ത് ശരീരം മുഴുവൻ ഈ പസ്സൊക്കെ പുറത്തേക്ക് വന്ന് വല്ലാത്തൊരു ദുരന്തമായി. നാമം ജപിച്ച് നാമം ജപിച്ച് നാമം ജപിച്ച് രോഗത്തെ കീഴടക്കി എന്ന് മാത്രമല്ല, അമ്മയുടെ ഭക്തന്മാരാരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അമ്മയുടെ വലിയ ഭക്തനായിരുന്നു ഹാർട്ടിന് സ്റ്റണ്ട് കണ്ടെത്തിയ ഡോക്ടർ MS വല്യത്താൻ. കേരളത്തിന്റെ അതുല്യ പ്രതിഭയായ വല്യത്താൻ അമ്മയുടെ വലിയ ഭക്തനായിരുന്നു. അതുപോലെ കേരളത്തിലെ അന്നത്തെ പ്രഗത്ഭന്മാരായ ജഡ്ജിമാര്, ഹൈക്കോടതി വക്കീൽമാര്, നമ്മുടെ ഗാനഗന്ധർവനായ KJ യേശുദാസ്, മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന അമ്മയുടെ ഭക്തന്മാരാ അവരൊക്കെ. അവർക്കൊക്കെ അത്ഭുതങ്ങളെ പറയാനുള്ളൂ. ഇന്ന് അമ്മ സമാധിയായിട്ട് 50ലോ 60ലൊക്കെ സമാധി. അങ്ങനെയുള്ളൊരു അമ്മ. ആ അമ്മയുടെ ചെറിയൊരു കഥ പറഞ്ഞ് നിർത്താം. ഈ അമ്മയ്ക്ക് ഒട്ടും വിദ്യാഭ്യാസമില്ല. പക്ഷെ അമ്മയുടെ അടുത്ത് വലിയ ഡോക്ടർമാര് വന്ന് കാല് തൊട്ട് നമിക്കണമെങ്കിൽ അമ്മയ്ക്ക് ഉള്ളൊരു വിദ്യാഭ്യാസം അവർക്കും ഇല്ല. മനസ്സിലാവുണ്ടല്ലോ? അതാണ് ഭാരതത്തിന് മഹത്വം. അപ്പൊ സ്വാമി ചിന്മയാനന്ദജിയെ കുറിച്ച് നിങ്ങൾ കേട്ട് കാണും. ലോകം മുഴുവൻ ഗീത പഠിപ്പിച്ച പ്രചരിപ്പിച്ച ആളാണ് ആര്? സ്വാമി ചിന്മയ. അമ്മയുടെ അടുത്ത് ഒരു ദിവസം വന്നു. അദ്ദേഹം ഇവിടുത്തെ എറണാകുളം വഴി പോവുകയാണ്. പറഞ്ഞു ഇങ്ങനെ യോഗിനി മാതാവുണ്ട് എന്ന് പറഞ്ഞപ്പോ ചെന്നു. അവിടെ ചെന്നപ്പോ അമ്മയെ കണ്ടു. അപ്പൊ അമ്മയുടെ അടുത്ത് ഇരിക്കുക ചെയ്ത് വർത്തമാനം പറഞ്ഞപ്പോ അപ്പൊ അമ്മ പറഞ്ഞു സ്വാമിജിയോട്, ഇത്തിരി വിശ്രമം ആവശ്യമാണ്, ഇത്തിരി വിശ്രമം ആവശ്യമാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, അമ്മേ എനിക്ക് വിശ്രമം എന്റെ കർമ്മമേഖല തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് അമേരിക്കയ്ക്ക് പോവാണ് നെക്സ്റ്റ് ഡേ. സ്വാമിജി ബാംഗ്ലൂരിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോവാണ്, പ്രോഗ്രാം അവിടെയാണ്. അമ്മ പറഞ്ഞു ഇത് വിശ്രമിച്ചോളൂ. സ്വാമിജി ബാംഗ്ലൂരിൽ കൊച്ചിയിൽ നിന്ന് പോയി, ഫ്ലൈറ്റിൽ പോയി, ബാംഗ്ലൂർ ഇറങ്ങലും ചെസ്റ്റ് പെയിൻ വന്ന് ഹാർട്ട് അറ്റാക്ക് അടിച്ചു. നേരെ അഡ്മിറ്റ് ചെയ്തു. ഒരു 10, 30, 40 ദിവസം സ്വാമിജിക്ക് പോവാനേ പറ്റിയില്ല. സ്വാമിജി കൈകൂപ്പിപ്പോയി. എങ്ങനെ അമ്മയ്ക്ക് ഇതൊക്കെ അറിയുന്നത്? ഇതെങ്ങനെ അറിയുന്നു ഇവർക്ക്? അങ്ങനെയുള്ള മഹത്തുക്കളുടെ ഭൂമിയാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ബോധത്തിന്റെ പല തലങ്ങളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾ ആരായിരിക്കും? അത് ഉയർത്തണ്ടേ? ഉണർത്തണ്ടേ? വേണോ? ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള ചരിത്രങ്ങളാണ്.